ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗാലക്സി മേഡ് ഓഫ് ABS മെറ്റീരിയൽ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കലോത്സവ നഗരത്തിന്റെ ദാഹമകറ്റാൻ പോലീസ് സേനയും സേവക് പുതിയറയും. മത്സരാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ദാഹമകറ്റാൻ ചുക്കുവെള്ളവും ചുക്കുകാപ്പിയും യഥേഷ്ടമുണ്ട്. കോഴിക്കോടിന്റെ ആതിഥ്യ മര്യാദയ്ക്കുള്ള ഉദാത്ത മാതൃകയായി ഇരിക്കുകയാണ് ഇവർ. പ്രധാന വാർത്തകൾ. 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 2ാം ദിവസവും പുരോഗമിക്കുന്നു. തൃശൂർ, കോട്ടയം, എറണാകുളം ജില്ലകൾ മുന്നിൽ. CPM കോഴിക്കോട് ജില്ലാ സമ്മേളനം വടകരയിൽ സമാപിച്ചു. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനെ തെരഞ്ഞെടുത്തു. കേരളത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലെ ഹബ്ബാക്കി മാറ്റുമെന്ന് ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി VS ശിവകുമാർ. സർക്കാരിന്റെ മിഷൻ 676 പദ്ധതികൾക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 2ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ തൃശൂർ ജില്ല മുന്നിട്ടു നിൽക്കുന്നു. തൊട്ടുപിറകെ 2ാം സ്ഥാനത്ത് കോട്ടയവും 3ാം സ്ഥാനത്ത് എറണാകുളം ജില്ലയുമുണ്ട്. 2ാം ദിവസം 30ലേറെ ഇനങ്ങളിലായി മികവുറ്റ കലാപ്രതിഭകൾ അരങ്ങിൽ വർണ്ണവിസ്മയങ്ങൾ തീർക്കുകയാണ്. അൻപത്തഞ്ചാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 2ാം ദിവസത്തിലേക്ക്. 2ാം ദിനമായ വെള്ളിയാഴ്ച 49 പോയിന്റുമായി തൃശൂർ ജില്ല മുന്നിട്ടു നിൽക്കുന്നു. 48 പോയിന്റുമായി കോട്ടയം ജില്ല 2ാം സ്ഥാനത്തും 45 പോയിന്റുമായി എറണാകുളം 3ാം സ്ഥാനത്തുമുണ്ട്. 30ലേറെ ഇനങ്ങളിലായി മികവുറ്റ കലാപ്രതിഭകൾ അരങ്ങിൽ വർണ്ണവിസ്മയം തീർത്തു. രാവിലെ നടന്ന കേരള നടനം പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറവും കോഴിക്കോടും 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. നടന വൈവിധ്യം തീർത്ത് മോഹിനിയാട്ട മത്സരത്തിൽ കോഴിക്കോടും കോട്ടയവും A ഗ്രേഡും 1ാം സ്ഥാനവും പങ്കിട്ടു. 2ഉം 3ഉം സ്ഥാനം ആലപ്പുഴയും കണ്ണൂരും നേടി. വട്ടപ്പാട്ട് മത്സരത്തിൽ പാലക്കാടും കണ്ണൂരും 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. ആൺകുട്ടികളുടെ ലളിതഗാന മത്സരത്തിൽ കോട്ടയം ജില്ല A ഗ്രേഡും 1ാം സ്ഥാനവും തിരുവനന്തപുരവും കാസർകോടും 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. കോഴിക്കോടിന്റെ കലാമാമാങ്കത്തിൽ വാശിയോടെ മത്സരിക്കുകയാണ് പ്രതിഭകൾ. മത്സരങ്ങൾ മുറുകുന്നതോടെ പോയിന്റ് നിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. മനീഷ പ്രസൂൺ, ന്യൂസ് ഡെസ്ക്. 3 ദിവസമായി നടക്കുന്ന CPIM കോഴിക്കോട് ജില്ലാ സമ്മേളനം വടകരയിൽ സമാപിച്ചു. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി P മോഹനനെ തിരഞ്ഞെടുത്തു. PB അംഗം കോടിയേരി ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗമാണ് പുതിയ സെക്രട്ടറിയായി P മോഹനനെ തിരഞ്ഞെടുത്തത്. ഇന്ത്യയിൽ BJPക്ക് കളമൊരുക്കിയത് കോൺഗ്രസ് ആണെന്നും രാജ്യത്താകമാനം വർഗീയ ധ്രുവീകരണത്തിന് കളമൊരുക്കുകയാണ് RSS ചെയ്യുന്നതെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. CPM ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെഡ് വളണ്ടിയർ മാർച്ചിലും പ്രകടനത്തിലും ആയിരങ്ങൾ അണിനിരന്നു. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെ വടകര കരിമ്പനപാലത്തു നിന്നും JT റോഡിൽ നിന്നുമാണ് റെഡ് വളണ്ടിയർ മാർച്ച് ആരംഭിച്ചത്. കരിമ്പനപാലത്തു നിന്നുള്ള മാർച്ചിന് മുൻനിരയിൽ നേതാക്കൾ സന്നിധരായി. ഇരു റെഡ് വളണ്ടിയർ മാർച്ചും എടോഡിയിൽ സംഗമിച്ചു. തുടർന്ന് പൊതുസമ്മേളന നഗരിയായ നാരായണ നഗറിൽ സമാപിച്ചു. ഇതേസമയം വടകര, നാദാപുരം, കുന്നുമ്മൽ, പയ്യോളി, ഒഞ്ചിയം ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രകടനം പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്നു.
പൊതുസമ്മേളനത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. MA ബേബി, തോമസ് ഐസക്, എളമരം കരീം, VV ദക്ഷിണാമൂർത്തി, KK ശൈലജ ടീച്ചർ, P സതീദേവി എന്നിവർ സംസാരിച്ചു. കേരളത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലെ ഹബ്ബാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി VS ശിവകുമാർ. കേരള സർക്കാരിന്റെ മിഷൻ 676 ഉൾപ്പെട്ടിട്ടുള്ള പദ്ധതികളുടെ ഉദ്ഘാടനവും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനവും നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സർക്കാരിന്റെ മിഷൻ 676 ഉൾപ്പെട്ടിട്ടുള്ള പദ്ധതികളുടെ ഉദ്ഘാടനവും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനവും നടന്നു. അക്കാദമിക് ബ്ലോക്ക് നവീകരിച്ച ആശുപത്രി വാർഡുകൾ, അഡ്വാൻസ്ഡ് റെസ്പിറേറ്ററി റിസർച്ച് ലാബ് എന്നിവയുടെ ഉദ്ഘാടനവും ദന്തൽ കോളേജ് അഡീഷണൽ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി VS ശിവകുമാർ നിർവഹിച്ചു. കേരളത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലെ ഹബ്ബാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് കേരളത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഹബ്ബാക്കി മാറ്റുക. അതാണ് ഗവൺമെന്റ് ഉദ്ദേശിച്ചത്. നമ്മുടെ കുട്ടികൾ കർണാടകയിലും തമിഴ്നാടിലും മറ്റു സ്റ്റേറ്റുകളിലും പഠിക്കാൻ പോകുന്നു, മറ്റു രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നു, റഷ്യയിലും ചൈനയിലും പഠിക്കാൻ പോകുന്നു. നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുക. വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിന്റെ ഉദ്ഘാടനവും പുതിയ ഹോസ്റ്റൽ, ക്യാമ്പസ് റോഡ് എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനവും പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി MK മുനീർ നിർവഹിച്ചു. പ്രദീപ് കുമാർ MLA അധ്യക്ഷതയിൽ മെഡിക്കൽ കോളേജ് അറോറ ഓഡിറ്റോറിയത്തിൽ വച്ചു നടന്ന ചടങ്ങിൽ കോഴിക്കോട് മേയർ AK പ്രേമജം, MK രാഘവൻ MP, കാനത്തിൽ ജമീല, ജില്ലാ കളക്ടർ CA ലത, M മോഹനൻ, MP ശ്രീജയൻ, MK മോഹൻകുമാർ, രത്നകുമാരി, C രവീന്ദ്രൻ, V ബാലകൃഷ്ണൻ, AK ശർമ്മ, സോളമൻ ഫെർണാണ്ടസ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിൽ വരയിലൂടെയും എഴുത്തിലൂടെയും കഴിവ് തെളിയിക്കുകയാണ് കോഴിക്കോടെത്തിയ കലാകാരന്മാർ. സാമൂഹിക വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് രചനാ മത്സരങ്ങൾ നടന്നത്. 55ാമത് സ്കൂൾ കലോത്സവ വേദികൾ വരയിലൂടെയും എഴുത്തിലൂടെയും കഴിവ് തെളിയിക്കുകയാണ് കോഴിക്കോടെത്തിയ കലാകാരന്മാർ. മോഡൽ HSS ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചിത്രരചന, അറബിക് രചന, കഥാരചന എന്നീ മത്സരങ്ങൾ നടക്കുന്നത്. ഇത്തവണത്തെ അറബിക് കഥാരചനയ്ക്ക് 14 കുട്ടികളാണ് പങ്കെടുത്തിരുന്നത്. അതിൽ ഒരാൾ അപ്പീൽ വഴിയാണ് എത്തിയത്. 4 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഹയർ സെക്കൻഡറി അറബിക് കഥാരചനയിൽ വസ്ത്രവിധാനത്തിൽ ധാരണാമൂല്യവും എന്നതായിരുന്നു വിഷയം. അതുപോലെ മലയാള കഥാരചനയിൽ വിധി നിർണായകം ഈ മുഹൂർത്തത്തിൽ എന്നതായിരുന്നു വിഷയം. അമ്യൂസ്മെന്റ് പാർക്കിൽ നിങ്ങളുടെ ഒരു ദിവസം എന്നതായിരുന്നു ചിത്രരചനാ മത്സരത്തിലെ വിഷയം. വീരും വാശിയുമേറിയ മത്സരങ്ങളാണ് വേദികളിൽ കാണാൻ കഴിഞ്ഞത്. അസ്ന, ന്യൂസ് ഡെസ്ക്. കലോത്സവ നഗരിയിൽ കത്തിജ്വലിക്കുന്ന ചൂടിനെ വെല്ലാൻ മത്സരാർത്ഥികൾക്കും കാണികൾക്കും ദാഹജലം നൽകുകയാണ് പുതിയറ സേവക് സംഘടനയും പോലീസ് അസോസിയേഷനും. പകൽ കരിങ്ങാലി വെള്ളവും രാത്രി ചുക്കുകാപ്പിയുമാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. വേനൽ ചൂടിൽ കത്തിയെരിയുന്ന കലോത്സവ വേദിയിൽ ജനങ്ങൾക്ക് ദാഹജലം നൽകി ആശ്വാസമേകുകയാണ് സേവക് പുതിയറ സംഘടന. മത്സരാർത്ഥികൾക്കും കാണികൾക്കും ഒരുപോലെ ദാഹമകറ്റാൻ ചുക്കുവെള്ളം നൽകുകയാണ് ഈ സംഘടന. കോഴിക്കോടിന്റെ മണ്ണിൽ കലോത്സവം നടക്കുന്നുണ്ടെങ്കിൽ സേവക് പുതിയറ ചുക്കുവെള്ളവുമായി അവിടെ ഉണ്ടാകുന്നതാണ്. ഇത്തവണയും കലോത്സവം മുഖ്യവേദിക്കരികെ സജീവ സാന്നിധ്യം തെളിയിച്ചിരിക്കുകയാണ്. 2002 മുതൽ കലോത്സവങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് സേവക്കിലെ സംഘാടകരായ അംഗങ്ങൾ. 25ഓളം ഉത്സാഹം നിറഞ്ഞ പ്രവർത്തകരാണ് ഈ മേഖലയിൽ സജീവമായിട്ടുള്ളത്. കലയോടുള്ള കടുത്ത ആരാധനയും താൽപര്യവുമാണ് ഇത്തരം പ്രവൃത്തി ചെയ്യാൻ സംഘാടകരെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. സേവക് പുതിയറയുടെ വെൽഫെയർ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് കലോത്സവത്തിൽ ദാഹജലം നൽകുന്നത്. സേവക് പ്രസിഡന്റ് മുരളീധരൻ പറയഞ്ചേരി, സെക്രട്ടറി K സുരേഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ കലോത്സവം അവസാനിക്കുന്നതുവരെ ചൂടുവെള്ളം നൽകുവാനാണ് സംഘാടകരുടെ തീരുമാനം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കാണികളായി എത്തുന്നവർക്ക് ദാഹജലം ഒരുക്കിയിരിക്കുകയാണ് കേരള പോലീസ് അസോസിയേഷനും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും സിറ്റി പോലീസ് എംപ്ലോയീസ് സൊസൈറ്റിയും. മത്സരാർത്ഥികൾക്കും സംഘാടകർക്കും ക്യാന്റീനിൽ നിന്നും ഭക്ഷണം കിട്ടുമ്പോൾ വെള്ളം പോലും കിട്ടാതെ വലയുന്ന കാണികൾക്ക് ദാഹജലം നൽകണമെന്ന ഉദ്ദേശത്തോടെയാണ് ഈ സൽക്കർമ്മ പ്രവൃത്തി ചെയ്യുന്നത്. പകൽ കരിങ്ങാലി വെള്ളവും രാത്രി ചുക്കുകാപ്പിയുമാണ് അസോസിയേഷൻ അംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പ്രധാന വേദിയായ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ ഇതിനായി സ്റ്റാളും ഒരുക്കിയിട്ടുണ്ട്. ദാഹജലം നൽകുന്നതോടെ വേനൽ ചൂടിൽ നിന്നും രക്ഷ നേടുകയാണ് കാണികൾ. ദിവസവും 60 കിലോ ശർക്കരയും ചുക്കും ഉപയോഗിച്ചാണ് ചുക്കുകാപ്പി നിർമ്മിക്കുന്നത്. രാത്രിയുടെ കൊടും തണുപ്പിൽ ചുക്കുകാപ്പി ജനങ്ങൾക്ക് ആശ്വാസമേകുകയാണ്. കലോത്സവം അവസാനിക്കുന്നതുവരെ നൽകുവാനാണ് അസോസിയേഷന്റെ തീരുമാനം. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
Galaxy, made of ABS material. 3G Triple Inauguration 3G Mobile Worldന്റെ 3 ഷോറൂമുകൾ ഒരേ ദിവസം നിങ്ങളുടെ പ്രിയ താരങ്ങളായ അനൂപ് മേനോനും നമിത പ്രമോദും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. ജനുവരി 17 രാവിലെ 10 മണിക്ക് കൊയിലാണ്ടി ഷോറൂം, 12 മണിക്ക് മുക്കം ഷോറൂം, വൈകിട്ട് 4 മാവൂർ റോഡ് ലാൻഡ്ഷിപ്പ് മോൾ ഷോറൂം. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ബമ്പർ സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിൾ. 3G Mobile World, ബാലുശ്ശേരി, കുറ്റ്യാടി, പേരാമ്പ്ര, വടകര ആൻഡ് കോഴിക്കോട്. ജംബോ സർക്കസ് അമേരിക്കൻ കലാകാരുമായി ആദ്യമായി കോഴിക്കോട് സ്വപ്നനഗരിയിൽ. മണിപ്പൂരി കലാകാരന്മാരുടെ അക്രോബാറ്റിക്സ്, യുവസുന്ദരികളുടെ നയന മനോഹരമായ അറേബ്യൻ ഡാൻസ്, ആനാകുതിര എന്നിവയുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ എല്ലാം നേരിൽ ദർശിക്കുവാൻ വേണ്ടി നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് കോഴിക്കോട് സ്വപ്നനഗരിയിലേക്ക്. ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചക്ക് 1 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്, രാത്രി 7 മണിക്ക്. ജംബോ സർക്കസ് കോഴിക്കോട് സ്വപ്നനഗരിയിൽ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. വൈദ്യുതി ലാഭിക്കുന്നതിനായി പുതുമയായ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് നല്ലൂരിലെ മഴവില്ല് റെസിഡൻസ് അസോസിയേഷൻ. കഴിഞ്ഞ ദിവസം അസോസിയേഷനിലെ 81 വീടുകളിലെ വൈദ്യുതി 1 മണിക്കൂർ ഉപയോഗിക്കാതെയാണ് ഈ ഉദ്യമത്തിൽ പങ്കാളികളായത്. ഊർജ്ജ സംരക്ഷണം ലക്ഷ്യമിട്ട് നല്ലൂർ മഴവില്ല് റെസിഡൻസ് അസോസിയേഷനിൽ നിന്നൊരു മഹത്തായ മാതൃകാ പ്രവർത്തനം. കഴിഞ്ഞ ദിവസം രാത്രി അസോസിയേഷനിലെ മുഴുവൻ വീടുകളിലും 1 മണിക്കൂർ വിളക്കുകൾ അണച്ച് വൈദ്യുതി ലാഭിച്ചു. അസോസിയേഷൻ സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായാണ് വേറിട്ടൊരു പരിപാടി നടത്തിയത്. സേവ് എനർജി, സേവ് നേഷൻ എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് ഊർജ്ജ സംരക്ഷണ രംഗത്ത് ഇവർ നടത്തിയ കാൽവെപ്പ് പുതുമയായി മാറി. വൈദ്യുതി ഉപഭോഗം ഏറ്റവും കൂടിയ വൈകിട്ട് 6:30 മുതൽ 7:30 വരെ വീടുകളിലെ മുഴുവൻ ഉപകരണങ്ങളും അണച്ചുകൊണ്ടായിരുന്നു ഉദ്യമം. അസോസിയേഷനിലെ 81 വീട്ടുകാരും ഊർജ്ജ സംരക്ഷണ പരിപാടികളിൽ പങ്കാളികളായി. 1 മണിക്കൂർ പൂർണ്ണമായും വൈദ്യുതി ഉപയോഗം ഒഴിവാക്കി മൺചെരാത് കത്തിച്ചായിരുന്നു മിച്ചം വയ്ക്കൽ. വൈദ്യുതി പ്രതിസന്ധി സംബന്ധിച്ച് KICB നടത്തിയ ബോധവൽക്കരണം ഉൾക്കൊണ്ടാണ് വേറിട്ടൊരു പരിപാടിക്ക് പദ്ധതിയിട്ടത്. മഴവില്ല് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് P. രാധാകൃഷ്ണൻ, സെക്രട്ടറി P. സോമസുന്ദരൻ, KV രാജശേഖരൻ, K. വിജയൻ, മാട്ടുംപുറത്ത് കൃഷ്ണൻ, V. പ്രകാശൻ, V. രഘുനാഥ്, വനിതാ വിഭാഗം പ്രസിഡന്റ് പ്രഭ രാധാകൃഷ്ണൻ, സെക്രട്ടറി ലീലാദേവി, യൂത്ത് വിംഗ് സെക്രട്ടറി KC ഹരികൃഷ്ണൻ, KC റീജ, P. ബിന്ദു, KC അഞ്ജു എന്നിവർ നേതൃത്വം നൽകി. വീടില്ലാത്തവർക്ക് 25ഓളം വീടുകൾ നിർമ്മിച്ചു നൽകിയും കുടിവെള്ളം എത്തിച്ചും രോഗികളെയും നിർധനരെയും സഹായിച്ചും തിരുത്തിയാട് ഇസ്ലാമിക് സെന്റർ 2 പതിറ്റാണ്ട് പിന്നിടുന്നു. വാർഷികാഘോഷം ജനുവരി മുതൽ ഏപ്രിൽ വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫറോക്ക് തിരുത്തിയാട് ഇസ്ലാമിക് സെന്ററിന്റെ 20ാം വാർഷികത്തിന്റെയും വിവിധ ക്ഷേമ, ജീവകാരുണ്യ, ഗൃഹനിർമ്മാണ, കുടിവെള്ള പദ്ധതികളുടെയും ഉദ്ഘാടന സമ്മേളനം, ഹിന്ദു മുസ്ലിം സൌഹൃദ സംഗമം, കുടുംബ സംഗമം, മീഡിയ സെമിനാർ, മെഡിക്കൽ ക്യാമ്പ്, കലാസായന്നം, വാർഷിക സപ്ലിമെന്റ് പ്രകാശനം, സമാപന സമ്മേളനം എന്നിവ ജനുവരി മുതൽ ഏപ്രിൽ വരെ തിരുത്തിയാട് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6:30 മന്ത്രി മഞ്ഞളാംകുഴി അലി വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. സെന്റർ നിർമ്മിച്ചു നൽകുന്ന 23ാമത്തെ വീടിന്റെ താക്കോൽദാനം MK രാഘവൻ MP നിർവഹിക്കും. ജീവിതോപാധി സമർപ്പണം K. മുഹമ്മദ് ഉണ്ണി ഹാജി MLA നിർവഹിക്കും. പാലിയേറ്റീവ് കെയറിന് ഉപകരണങ്ങൾ അഡ്വക്കേറ്റ് TR രമണൻ സമർപ്പിക്കും. 26 നടക്കുന്ന മതസൗഹാർദ്ദ സമ്മേളനം MP അബ്ദുൾ സമദ് സമദാനി MLA ഉദ്ഘാടനം ചെയ്യും. AKB നായർ, ഹുസൈൻ മടവൂർ എന്നിവർ പ്രഭാഷണം നടത്തും. ഫെബ്രുവരി 7 നടക്കുന്ന കുടുംബ സംഗമം മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറ മമ്പാട്ട് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന പഠന ക്ലാസിന് ഡോക്ടർ സൗമ്യ വടക്കാഞ്ചേരി, ഷമീമ ഇസ്ലാഹിയ, മൗലവി ഷഹിയ അസം എന്നിവർ നേതൃത്വം നൽകും. ഫെബ്രുവരി 21 നടക്കുന്ന മീഡിയ സെമിനാർ KM ഷാജി MLA ഉദ്ഘാടനം ചെയ്യും. P. സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. മെഡിക്കൽ ക്യാമ്പിൽ ഡോക്ടർ ആലിക്കുട്ടി, MIMS എക്സിക്യൂട്ടീവ് ഡയറക്ടർ U. ബഷീർ എന്നിവർ സംബന്ധിക്കും. ബോധവൽക്കരണ ക്ലാസിന് ഡോക്ടർ K. ശ്രീലത നേതൃത്വം നൽകും. ഏപ്രിൽ അവസാന വാരത്തിൽ സർഗസായാഹ്നവും സമാപന സമ്മേളനം നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. പ്രമുഖ വ്യവസായ പ്രസ്ഥാനമായ ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഗ്ലോബൽ NRI മീറ്റും ഷെയ്ഖ് സായിദ് ആൻഡ് എക്സലൻസി അവാർഡ് ദാനവും നടന്നു. കോഴിക്കോട് മലബാർ പാലസിൽ വെച്ച് നടന്ന ചടങ്ങ് സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ പ്രവാസി പ്രസ്ഥാനമായ ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് മലബാർ പാലസിൽ വെച്ചാണ് ഗ്ലോബൽ NRI മീറ്റും ഷെയ്ഖ് സായിദ് എക്സലൻസി അവാർഡ് ദാനവും നടന്നത്. പ്രമുഖ വ്യവസായി ഡോക്ടർ KT റബിയുള്ളയ്ക്ക് ഷെയ്ഖ് സായിദ് അവാർഡും പ്രമുഖ തദ്ദേശീയ വ്യവസായി KMA ലത്തീഫിന് ഗ്ലോബൽ എക്സലൻസ് അവാർഡും ചടങ്ങിൽ വിതരണം ചെയ്തു. MK രാഘവൻ MP അധ്യക്ഷം വഹിച്ച ചടങ്ങ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ
പ്രവാസി മലയാളികളുടെ സംഭാവന മഹത്തരമാണെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളത്തിന് പ്രവാസി സമൂഹത്തിന്റെ വലിയ സംഭാവനകളാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് എന്നും അടിത്തറവാകിയിട്ടുള്ളത്. ഫറോക്ക് കേന്ദ്രമായുള്ള റോയൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടർ KMA ലത്തീഫും പ്രവാസി വ്യവസായി ഡോക്ടർ KT റാബിയുള്ളക്കുള്ള ഷെയ്ഖ് സായിദ് അവാർഡ് അദ്ദേഹത്തിന്റെ മരുമകൻ മിയാൻ ദാദും മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി. അദ്ദേഹത്തിനും ഞങ്ങളുടെ ജോബ് ഓർഗനൈസേഷൻ ഉണ്ട്. പ്രോഗ്രാം ബ്രോഷറാണ്. ബ്രോഷർ റിലീസ് ചെയ്യുന്നതിന് റോയൽ പാലസിൽ നിന്നുള്ള സന്ദേശം ഓർഗനൈസിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ CH ഇബ്രാഹിംകുട്ടി ചരിഷ്മ വായിച്ചു. It is indeed wonderful that the memory of the great beloved leader marhum Sheikh Zayed bin Sultan Al Nahyan is being kept alive with this award and the participation of the prominent dignitaries and historians, as well as the presence of Central Ministers of Indian Union, State Ministers of Kerala, along with the prominent personalities. KSA Chairman MC Main Haji, KURDFC Chairman K. Moideen Goya, DCC President KC Abu, BJP സംസ്ഥാന സെക്രട്ടറി MT രമേശ്, ഡോക്ടർ K. മൊയ്തു, ആറ്റക്കോയ പള്ളിക്കണ്ടി, N. ഭൂപേഷ് ബാബു, CH ഇബ്രാഹിംകുട്ടി, KP മുഹമ്മദ് കുട്ടി, CK അബൂബക്കർ, ഡോക്ടർ മുഹമ്മദ് ഹസൻ, MV കുഞ്ഞാമു, KT വാസുദേവൻ, PT നിസാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഡോക്ടർ KT റബീക്കുള്ള കോഴിക്കോടിന്റെ ഉപഹാരം KT വാസുദേവനും ഗൾഫ് മലയാളികളുടെ ഉപഹാരം ഹസൈനാൻ തളങ്കരയും പ്രതിനിധിക്ക് കൈമാറി. KMA ലത്തീഫിന് ഗൾഫ് മലയാളികളുടെ ഉപഹാരം MP ഷാഫി ഹാജിയും നൽകി. മധുരത്തിന്റെ നഗരത്തിലേക്ക് ആദ്യ മധുരവുമായി അരങ്ങിലെത്തിയത് മോഹിനിയാട്ട മത്സരം. സമൂഹത്തെ ഇക്കിളിപ്പെടുത്തുന്ന വിഷയങ്ങളുമായി മൂകാഭിനയം 4ാം വേദിയിൽ അരങ്ങേറി. മുദ്രകളുടെ ഭംഗിയുമായി കഥകളി 7ാം വേദിയിലും നാടൻ ചടുലതയോടെ 6ാം വേദിയിൽ നാടൻ പാട്ട് മത്സരവും നടന്നു. തുടർന്ന് 2, 3, 5, 8, 10, 12 വേദികളിലായി കേരള നടനം, കുച്ചിപ്പുടി, വട്ടപ്പാട്ട്, പഞ്ചവാദ്യം, ലളിതഗാനം എന്നീ മത്സരങ്ങളും അരങ്ങേറി. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ മോഹിനിയാട്ടത്തോടെ കലയുടെ കളിവിളക്കു തെളിഞ്ഞു. ചിലമ്പൊലിയുടെ നൃത്തവിഭാഗം വിടർന്നത് 3ാം വേദിയിൽ. പ്രൊവിഡൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3ാം നിലയിലെ 3ാം വേദിയായ ശ്രീരഞ്ജിനിയിൽ നീലാംബരി രാഗത്തിലെ ശ്ലോകത്തോടെയായിരുന്നു ഹയർ സെക്കൻഡറി ആൺകുട്ടികളുടെ ആദ്യ മത്സരമായ കുച്ചിപ്പുടി തുടങ്ങിയത്. രാഗമാലികയും താളമാലികയും കലയുടെ കളിയരങ്ങിൽ തീർത്ത് ആൺകുട്ടികൾ സംസ്ഥാന കലോത്സവത്തിന്റെ നിലവാരം കാത്തു. ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തകലയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന ശ്രീകൃഷ്ണഭാവങ്ങളും അവതാര കഥാ സന്ദർഭങ്ങളും തന്നെയായിരുന്നു കുട്ടികൾ കൂടുതലായും അവതരിപ്പിച്ചത്. ആൺകുട്ടികളുടെ കുച്ചിപ്പുടി മത്സരത്തിൽ സെന്റ് ജോസഫ് HSSലെ ആനന്ദ് കിഷോർ A ഗ്രേഡ് നേടി. മുദ്രകളിലും ഭംഗിയിലും ഏറെ മികവ് കാണിച്ച് വേദി ശ്രീരാഗത്തിൽ കഥകളി ചുവടുവെച്ചു. തൃശൂർ ഇരിഞ്ഞാലക്കുട NSS സ്കൂളിലെ PG ഹരികൃഷ്ണൻ കഥകളിയിൽ 1ാം സ്ഥാനം നേടി. ജീവിതത്തിൽ ഒരു നെൽവയലിൽ ഇറങ്ങേണ്ട അവസ്ഥയുണ്ടായിട്ടില്ലാത്ത പുതുതലമുറയ്ക്കിടയിലും മണ്ണിൽ പണിയുന്നവന്റെ കഥ പറയുന്ന വിയർപ്പിന്റെ ഗന്ധമുള്ള ദ്രുതത്താളവുമായി ശ്രീരാഗം വേദിയിൽ നാടൻപാട്ടെത്തിയപ്പോൾ കാണികൾ ഹർഷാരവത്തോടെ താളമിട്ടു.
മാലിന്യം ഭക്ഷിക്കുന്ന പന്നിയും സമൂഹത്തിൽ ഇക്കിളിപ്പെടുത്തുന്ന വിഷയങ്ങൾക്കു പിന്നാലെ പായുന്ന മനുഷ്യനും തമ്മിൽ വ്യത്യാസമില്ലെന്ന പ്രമേയം അവതരിപ്പിച്ച കോഴിക്കോട് നടക്കാവ് GVHSSലെ വിദ്യാർത്ഥികൾ മൂകാഭിനയത്തിൽ A ഗ്രേഡ് നേടി. പീഡനവും മദ്യപാനവും വനനശീകരണവും ആത്മഹത്യയുമെല്ലാം 4ാം വേദിയായ ഭൈരവിയിൽ മൂകാഭിനയ മത്സരത്തിൽ മിന്നിത്തിളങ്ങി. ഗുജറാത്തി ഹാളിലെ മൽഹാർ വേദിയായ ഹൈസ്കൂൾ വിഭാഗം വട്ടപ്പാട്ട് മത്സരം അരങ്ങേറി. നീലാംബരി വേദിയിൽ ലളിതഗാന മത്സരവും വേദി 2 സാമൂതിരി സ്കൂൾ ഗ്രൌണ്ടിൽ കേരള നടനവും അരങ്ങേറി. കലാകേരളത്തിന്റെ പരിച്ഛേദത്തെ സാക്ഷി നിർത്തി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ നിറക്കാഴ്ചകൾക്ക് തിരിതെളിയിച്ചു. തുടർന്ന് 10 വേദികളിൽ കലാമത്സരങ്ങൾക്ക് തുടക്കമായി. ഇനി രുചിഭേദത്തിന്റെ സ്വന്തം നഗരത്തിൽ 10,000-ത്തിലധികം വരുന്ന കുട്ടികൾ ഭാവനയുടെ മഴവില്ല് തെളിയിക്കും. കലോത്സവങ്ങളിൽ സമ്മാനം നേടുന്നവരും നേടാത്തവരും ഒരുപോലെ അഭിനന്ദനം അർഹിക്കുന്നുവെന്നും ഈ വമ്പൻ മേള ലോകത്തിന് തന്നെ മാതൃകയാണെന്നും സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഭാവി വാഗ്ദാനങ്ങളായ കലാകാരന്മാരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ എല്ലാവരും ഒരുമിക്കുന്ന ഇതുപോലൊരു സന്ദർഭം വേറെയില്ല. ഇനി കോഴിക്കോട് മുഴുവൻ കലയ്ക്ക് വേണ്ടിയാണ്. ഈ നാട് കലകൾക്ക് നൽകുന്ന പ്രാധാന്യം പ്രശംസനീയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജയിക്കാതെ പോകുന്ന, സമ്മാനം കിട്ടാതെ പോകുന്നവര് കാണാം. രണ്ടു കൂട്ടരും ഒരുപോലെ അഭിനന്ദനം അറിയിക്കുന്നു. അവരുടെ കഴിവുകൾ ഏറ്റവും നല്ല നിലയിൽ ഇവിടെ അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. മന്ത്രിമാരായ KC ജോസഫ്, MK മുനീർ, മേയർ AK പ്രേമജം, MP മാരായ MK രാഘവൻ, MI ഷാനവാസ്, MLA മാരായ AK ശശീന്ദ്രൻ, PT റഹീം, VM ഉമ്മർ മാസ്റ്റർ, പുരുഷൻ കടലുണ്ടി, EK വിജയൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ K ഗോപാലകൃഷ്ണ ഭട്ട്, ജില്ലാ കളക്ടർ CA ലത എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. Galaxy made of ABS material. 3G Triple Inauguration 3G Mobile Worldsന്റെ 3 ഷോറൂമുകൾ ഒരേ ദിവസം നിങ്ങളുടെ പ്രിയ താരങ്ങളായ അനൂപ് മേനോനും നമിത പ്രമോദും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. ജനുവരി 17 രാവിലെ 10 മണിക്ക് കൊയിലാണ്ടി ഷോറൂം, 12 മണിക്ക് മുക്കം ഷോറൂം, വൈകിട്ട് 4 മാവൂർ റോഡ് ലാൻഡ്ഷിപ്പ് മോൾ ഷോറൂം. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ബമ്പർ സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിൾ. 3G Mobile World, ബാലുശ്ശേരി, കുറ്റ്യാടി, പേരാമ്പ്ര, വടകര ആൻഡ് കോഴിക്കോട്. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. ശതകോടി തന്ത്രികൾ ശ്രുതിയിട്ടു പാടുന്നൊരു അറബിക്കടലിന്റെ നാട്ടിൽ എന്ന സ്വാഗതഗാനത്തോടെ കലോത്സവ പരിപാടികൾക്ക് തുടക്കമായി. നഗരത്തിന്റെ ചരിത്രവും സാംസ്കാരിക ചിഹ്നങ്ങളും ശ്രദ്ധേയമായ മുഖങ്ങളുമൊക്കെ കോർത്തിണക്കിയതായിരുന്നു സ്വാഗതഗാനം. ശതകോടി തന്ത്രികൾ ശ്രുതിയിട്ട് പാടുന്നൊരു അറബിക്കടലിന്റെ നാട്ടിൽ, ഹൃദയങ്ങളെപ്പോഴും ഒരുമയുടെ സംഗീതമധുരം വിളമ്പുന്ന നാട്ടിൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ കോഴിക്കോടിന്റെ ചരിത്രവും സാംസ്കാരിക ചിഹ്നങ്ങളും നഗരത്തിന്റെ പെരുമയെ അടയാളപ്പെടുത്തിയ സാഹിത്യ നായകന്മാരുമൊക്കെ കടന്നുവന്നു. സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സുഗന്ധം പരത്തുന്ന കോഴിക്കോടിന്റെ മധുരം മുഖ്യവേദിയിലെ ആസ്വാദകർക്കു മുൻപിൽ പകരുന്നതായിരുന്നു അരമണിക്കൂറോളം നീണ്ട ഗാനം. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 63 സംഗീത അധ്യാപകരാണ് ഗാനം ആലപിച്ചത്. അതിനൊപ്പം പല സ്കൂളുകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ ദൃശ്യാവിഷ്കാരമൊരുക്കി. കൃഷ്ണപിള്ള
കലാമണ്ഡലം സത്യവ്രതൻ, ഭരതാഞ്ജലി മധുസൂദനൻ എന്നിവരാണ് ദൃശ്യാവിഷ്കാരത്തിന് ചുക്കാൻ പിടിച്ചത്. സുനിൽകുമാർ പാവൂണ്ടൂർ ഏകോപനവും നോബി ബെൻഡക്സിന്റെ മകൻ ലിബിൻ നോബി ഓർക്കസ്ട്രയുടെ ചുമതലയും നിർവഹിച്ചു. രമേഷ് കാവിലും നോബിക്കുള്ള ഉപഹാരങ്ങൾ MK രാഘവനും സമ്മാനിച്ചു. ഗാനം ആലപിച്ചവർക്കും ദൃശ്യാവിഷ്കാരം നിർവഹിച്ചവർക്കും മേയർ AK പ്രേമജം ഉപഹാരം നൽകി. കലോത്സവത്തിന്റെ ലോഗോ തയ്യാറാക്കിയ ശശികല, പോസ്റ്റർ തയ്യാറാക്കിയ ഗിരീഷ് കൽപ്പത്തൂർ എന്നിവർക്ക് സാംസ്കാരിക മന്ത്രി KC ജോസഫ് ഉപഹാരം നൽകി. കൊല്ലം പിഷാരിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഭക്തരുടെ മാല മോഷ്ടിച്ച സംഭവത്തിലെ 2 സ്ത്രീകളും കൂത്തുപറമ്പിൽ പിടിയിലായി. മറ്റൊരു സ്ത്രീയുടെ മാല മോഷ്ടിച്ച് ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് നാട്ടുകാർ ഇവരെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. 2 ആഴ്ച മുമ്പാണ് ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ 2 സ്ത്രീകളുടെ കഴുത്തിൽ നിന്നും 9 പവന്റെ മാല ഇവർ മോഷ്ടിച്ചത്. കൊയിലാണ്ടിക്കടുത്ത കൊല്ലം പിഷാരിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഭക്തരുടെ മാല മോഷ്ടിച്ച സംഭവത്തിലെ 2 സ്ത്രീകളും കൂത്തുപറമ്പിൽ പിടിയിലായി. കൂത്തുപറമ്പ് ചിറ്റാരി ക്ഷേത്രത്തിൽ നിന്നും സ്ത്രീയുടെ മാല മോഷ്ടിച്ച് ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇരുവരെയും നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടി കൂത്തുപറമ്പ് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇവർ പിടിയിലായതറിഞ്ഞ് കൊയിലാണ്ടി CI R ഹരിദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൂത്തുപറമ്പിലെത്തി പ്രതികളെ തിരിച്ചറിഞ്ഞു. പിഷാരിക്കാവിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ കണ്ട അതേ സ്ത്രീകളാണെന്ന് കണ്ടെത്തിയതോടെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് കൊയിലാണ്ടി കൊണ്ടുവരുമെന്ന് CI അറിയിച്ചു. 2 ആഴ്ച മുമ്പാണ് ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ 2 സ്ത്രീകളുടെ കഴുത്തിൽ നിന്ന് മാല മോഷ്ടിക്കപ്പെട്ടത്. 2 മാലകളും കൂടി 9 പവൻ തൂക്കം വരും. ക്ഷേത്രത്തിൽ വ്യാപകമായി മോഷണം നടക്കുന്ന വിവരം ഇതോടെയാണ് വ്യക്തമായത്. പലപ്പോഴും മോഷണം നടക്കുന്ന വിവരം അറിയാറുണ്ടെങ്കിലും അത് ക്ഷേത്രത്തിൽ വച്ചാണെന്ന് പലർക്കും തിരിച്ചറിയാനായിരുന്നില്ല. 2 മാസത്തിനുള്ളിൽ 60 പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് ക്ഷേത്രത്തിൽ നിന്നും നഷ്ടമായത്. ക്ഷേത്രത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറകളില്ലാത്ത ഭാഗങ്ങളിൽ വെച്ചാണ് പലപ്പോഴും ആഭരണങ്ങൾ മോഷ്ടിക്കാറുള്ളതെന്ന് ഇവർ അറിയിച്ചതായാണ് വിവരം. ആശുപത്രികളിലെത്തിയും രോഗികളുടെ ആഭരണങ്ങൾ മോഷ്ടിക്കാറുണ്ടെന്നും ഇവർ പറഞ്ഞിട്ടുണ്ട്. OP ടിക്കറ്റ് എടുത്ത് അകത്തു കയറി തിരക്കുള്ള ഭാഗത്ത് എത്തിയാണ് മോഷണം നടത്താറുള്ളത്. ഇവരിൽ ഒരു സ്ത്രീയുടെ പേഴ്സിൽ നിന്നും ഒരു OP ടിക്കറ്റ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ തുളസി എന്നാണ് പേരെഴുതിയിരിക്കുന്നതെന്നും പോലീസ് അറിയിച്ചു. കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് ഇവർ മോഷണം ആസൂത്രണം ചെയ്യാറുള്ളതെന്നും പറയപ്പെടുന്നു. പിടിയിലായ സ്ത്രീകളിൽ ഒരാൾ കൊല്ലം പിഷാരിക്കാവിലെ CCTV ക്യാമറയിൽ കണ്ട അതേ ചുരിദാർ തന്നെയാണ് പിടിയിലായപ്പോഴും ധരിച്ചിരുന്നത്. എല്ലാ ജില്ലകളിലും ഇവരുമായി ബന്ധമുള്ളവരുണ്ടെന്നും ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. പിടിയിലായ ഇവരെ ജാമ്യത്തിലെടുക്കാൻ പ്രത്യേകം അഭിഭാഷകരുമുണ്ടെന്നാണ് വിവരം. കസ്റ്റഡിയിൽ വാങ്ങി കൊയിലാണ്ടി എത്തിച്ച ശേഷം വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമേ മോഷണ വസ്തുക്കൾ എന്തു ചെയ്തുവെന്ന വിവരം അറിയാനാകൂ. അറിയിപ്പുകൾ: ബേപ്പൂർ നടുവട്ടം ശ്രീ പള്ളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ജനുവരി 19, 20, 21 തീയതികളിൽ നടക്കും. ഉത്സവ പരിപാടികൾ സന്ധ്യാവേലയോടുകൂടി തുടങ്ങി കലംകരിയുടെ സമാപിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 2ാം ദിവസവും പുരോഗമിക്കുന്നു. തൃശൂർ, കോട്ടയം, എറണാകുളം ജില്ലകൾ മുന്നിൽ. CPM കോഴിക്കോട് ജില്ലാ സമ്മേളനം വടകരയിൽ സമാപിച്ചു. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനനെ തെരഞ്ഞെടുത്തു. കേരളത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലെ ഹബ്ബാക്കി മാറ്റുമെന്ന് ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി VS ശിവകുമാർ. സർക്കാരിന്റെ മിഷൻ 676 പദ്ധതികൾക്ക് തുടക്കമായി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material. 3G Mobile World, ബാലുശ്ശേരി, കുറ്റ്യാടി, പേരാമ്പ്ര, വടകര and കോഴിക്കോട്. Premier genuine leather footwear, രോഗവിമുക്ത പാദങ്ങൾ.